സമയത്ത് ഭക്ഷണം ഇട്ട് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് ഉണ്ടാക്കും. അതേ സമയത്ത് വേറൊരു പ്ലേറ്റ് കൊണ്ടുവന്ന് നോക്കും. അതെന്തിനാണെന്നറിയോ? വേസ്റ്റ് ഇടാനാ. വേസ്റ്റ് ഇടാനൊരു പ്ലേറ്റ്. ഞങ്ങൾക്ക് വേസ്റ്റ് ഇടാനൊരു പ്ലേറ്റ് വേണം. അതെങ്ങനെയാ? ഒരാള് വ്യാജത്തരീക്കത്തിലും ഒക്കെ പോയാൽ വേസ്റ്റ്, പിന്നെ വേറെ ഒരാൾ മുജാഹിദായാൽ ഒരു വേസ്റ്റ് ബക്കറ്റ് വേണ്ടേ? ഇവിടെ ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു പാത്രം ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് നിങ്ങളത് പിരിച്ചുവിടരുത്. ആ വേസ്റ്റ് പാത്രം അവിടെ തന്നെ വെക്കണം. ഞങ്ങള് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് ചില ആളുകൾ വിവരമില്ലാത്തതിന്റെ പേരിൽ, വിവരമില്ലാതിരിക്കുക എന്നുള്ളൊരു വിഷയം, പ്രസംഗിക്കുക എന്നുള്ള വേറൊരു വിഷയം. നമ്മുടെ സമസ്ത കേരള ജമാഅത്തിന്റെ പ്രചരണത്തിന് കേരളത്തില് വളരെ ശക്തിയായി പ്രസംഗിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതിന് നമുക്ക് ദോഷമൊന്നുമില്ല. അയാള് നന്നായിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളുടെ ആ വിഷയത്തിൽ ഇടപെടേണ്ടില്ല. അയാൾ മരിക്കുമ്പോൾ എങ്ങനെ വെച്ച് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആരായിരുന്നു അത്? അദ്ദേഹത്തിന്റെ പേര് കുട്ടിഹസൻ ഹാജി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രചരണ രംഗത്തും സുന്നി യുവ സംഘത്തിന്റെ പ്രവർത്തന രംഗത്തും വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു കുട്ടിഹസൻ ഹാജി. സർവ്വ സദസ്സുകളിലും നിറഞ്ഞുന്ന പ്രസംഗകൻ. അദ്ദേഹത്തെ മറികടക്കുന്ന ഒരു പ്രസംഗകൻ ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റാകാത്ത വിധം അത്ര വലിയ പ്രസംഗകൻ. ആ പ്രസംഗകനായ കുട്ടിഹസൻ ഹാജിക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തീരുമാനം വന്നു. എന്തായിരുന്നു? എപ്പോഴാ തീരുമാനം എടുത്തത്? സമസ്തയുടെ മിനിറ്റ്സുകള് മാറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, പഴയ മിനിറ്റ്സ് ചുട്ടുകരിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു നോക്കും. അപ്പൊ കാണാം എന്താണത്? 21/4/1974 കുട്ടിഹസൻ ഹാജി എന്ന് പറയുന്ന ആളെ സമസ്തയുടെ സർവ്വ കീഴ്ഘടകങ്ങളിൽ നിന്നും പുറത്താക്കിയതായ ഒരു തീരുമാനം. എന്തായിരുന്നു കാരണം? അദ്ദേഹം നൂരിഷാ തരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന തരീഖത്തില് പോയി ചേർന്നു. അതിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങള്, ബഹുമാനപ്പെട്ട മർഹൂം കണ്യത്ത് ഉസ്താദും BK ഉസ്താദും ഒക്കെ അടങ്ങുന്ന വലിയ പണ്ഡിത സഭ, നിങ്ങൾ അതിൽ പ്രവർത്തിക്കരുത്, നൂരിഷാ തരീഖത്തിന് അബദ്ധങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാരായ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഒരു പ്രസംഗകൻ മാത്രമാണ്, നിങ്ങൾ പണ്ഡിതനല്ല. പണ്ഡിതനായിരുന്നുവെങ്കിൽ നിങ്ങൾ മുദരിസായി കാണേണ്ടതായിരുന്നു. നിങ്ങൾ 10-100 മുതഅല്ലിമീങ്ങളെ വെച്ച് ദർസ് എടുത്തത് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മുദരിസല്ല, നിങ്ങളൊരു പണ്ഡിതനാണ്, നിങ്ങൾ ഞങ്ങളുടെ ഒരു പ്രസംഗകനാണ്. അങ്ങനെ പ്രസംഗകന്മാർ പലരും ഉണ്ടാവും. പക്ഷേ ദർസ് നടത്താനുള്ള മുദരിസാവുകയും അതുപോലെ ആലിമീങ്ങളുടെ അംഗീകാരം കിട്ടുകയും ചെയ്യുന്നുണ്ടോ എന്നത് വേറെ പ്രശ്നമാണ്. ഇരിക്കട്ടെ, നിങ്ങളൊരു പ്രസംഗകനാണ്. ഈ പ്രസംഗകനായ നിങ്ങൾ ആ തരീഖത്തിൽ കൂടി നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ പിന്മാറണം. അതിന് അബദ്ധമുണ്ടെന്ന് പണ്ഡിത സഭ കണ്ടെത്തിയിരിക്കുന്നു, തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഈ പ്രസംഗകനായ, സമസ്തയുടെ പ്രചരണത്തിനു വേണ്ടി പ്രസംഗിക്കുന്ന പ്രസംഗകനായ കുട്ടിഹസൻ ഹാജി ഈ മുശാവറയുടെ തീരുമാനം അംഗീകരിച്ചില്ല. അതുകൊണ്ട് കുട്ടിഹസൻ ഹാജിയെ സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയിട്ട് കുട്ടിഹസൻ ഹാജി പുറത്ത്. അപ്പൊ കുട്ടിഹസൻ ഹാജി ഇങ്ങോട്ട് പോയി. അദ്ദേഹം തരീഖത്ത് എന്ന് പറഞ്ഞങ്ങനെ നൂർഷാ തരീഖത്തുമായി അങ്ങ് പോയി. ഞാൻ പറഞ്ഞു വരുന്നത് 21/4/74 സംഭവം. ആ 21/4/74 ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ വരുന്നത്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറയിലേക്ക് കാന്തപുരം ഉസ്താദ് വരുന്ന അതേ ദിവസമാണ് വ്യാജത്തരീഖത്തിൽ കുടുങ്ങിയ ഈ കുട്ടിഹസൻ ഹാജിയെ സമസ്തയിൽ പുറത്ത്, സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ നിന്ന് പുറത്താക്കുന്നത്. സമസ്തയിൽ അദ്ദേഹം വരാൻ വകുപ്പില്ലല്ലോ. പറഞ്ഞു വന്നത്, ആ കുട്ടിഹസൻ ഹാജി മുതൽ പലരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ തീരുമാനമെടുത്ത് വേസ്റ്റ് ആക്കി വിട്ടിട്ടുണ്ട്. വേസ്റ്റ് അങ്ങനെ വിട്ടിട്ടുണ്ട്. അങ്ങനെ വിട്ടതിൽപ്പെട്ട പലരുണ്ട്. കൂട്ടത്തിലൊന്നാണ് സയ്യിദ് മുഹമ്മദ് നിസാമി. സയ്യിദ് മുഹമ്മദ് നിസാമിയെ സംബന്ധിച്ച് സമസ്ത തീരുമാനമെടുത്തത് 7/12/1982 ഈ തീരുമാനമെടുക്കാനുള്ള കാരണം ചന്ദ്രികാവാനാന്റെ പതിപ്പിൽ ബഹുമാനപ്പെട്ട EK മുത്തർ മുസ്ലിയാർക്കെതിരെയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെയും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള ലേഖനമെഴുതിയതിന്റെ പേരിലാണ് സയ്യിദ് മുഹമ്മദ് നിസാമിക്കെതിരെയാണ് തീരുമാനമെടുത്തത്. അത് യോഗം 7/12/82 ആ യോഗത്തിൽ വെച്ച് തന്നെയാണ് ചന്ദ്രികാ പത്രത്തില് പ്രത്യേകമായി ഒരു ഫത്വ പ്രസിദ്ധീകരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആരാ ഫത്വ പ്രസിദ്ധീകരിച്ചിരുന്നത്? മുജാഹിദിന്റെ മൗലവിയായ P. മുഹമ്മദ് കുട്ടശ്ശേരിയുടെ ഫത്വയാണ്. ഫത്വയിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ എന്താണ്? ഇപ്പോൾ പുതിയ SSFന്റെ പ്രവർത്തകന്മാർ, പുതിയ SYSന്റെ പ്രവർത്തകന്മാർ, അവർക്ക് മുമ്പെന്ത് നടന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മളെ മാനവസികാരുടെയൊക്കെ ധാരണ സ്റ്റേജിൽ കയറി എന്ത് കളവും പറഞ്ഞാൽ ഈ പുതിയ കുട്ടിയൊക്കെ ഇത് അറിയില്ലല്ലോ എന്നാണ്. എന്നാൽ പുതിയ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പഴയ ആളുകളും പഴയ ആളുകളുടെ വെച്ചതും ഇവിടെ ഉണ്ട് എന്ന ധാരണ മറുവശത്തിനുണ്ടാകണം. എന്തിനായിരുന്നു സമസ്ത കേരള ഭിന്നിപ്പുണ്ടായത്? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ചന്ദ്രികയില് ഇസ്ലാമിനെതിരായ ഫത്വകള്
പി മുഹമ്മദ് കുട്ടശ്ശേരി മൗലവി കൊടുത്തു. ഞാൻ ആ ചന്തകൾ മുഴുവൻ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, വെറുതെയല്ല. അതിൽ കൊടുത്ത ഫത്വകളിൽ ഒന്നായിരുന്നു, ഖതീബ് മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിലുള്ള ഒരാൾക്ക് കാണുന്ന സംശയങ്ങളൊക്കെ ചോദിക്കാം, മറുപടി ഖതീബിന് പറയാം. ഇങ്ങനെയൊക്കെയായിരുന്നു ചന്ദ്രികയിൽ വന്ന ഫത്വകൾ. ആ ഫത്വകളുള്ള ചന്ദ്രികകളൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവര് അധീനപ്പെട്ട് ജീവിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക സ്നേഹമോ ബഹുമാനമോ എതിർപ്പോ വിരോധമോ വൈരാഗ്യമോ ഉണ്ടായിരുന്നില്ല. അത് അതേ നിലക്ക് തുടരുകയാണ് ഇന്നും താജുൽ ഉലമ പ്രസിഡന്റായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പലരും ധരിക്കുന്നത് പോലെ നമ്മൾ ചുവപ്പിന്റെയോ പച്ചയുടെയോ മറ്റ് കളറിന്റെയോ ആളുകളല്ല, ആളുകളാകുന്ന പരിപാടിയിലില്ല. നേരത്തെ എന്റെ സ്നേഹിതൻ വടശ്ശേരി ഇവിടെ പറഞ്ഞില്ലേ, എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പിന്നെ ബാക്കിയാവുന്നവരാണ് നാം. നമ്മുടെ പ്രവർത്തകന്മാരും അത് ഓർമ്മിക്കണം. നാം ഒരു കളറിന്റെയും ആളുകളല്ല, ഒരു പാർട്ടിയുടെയും ആളുകളല്ല. നാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാലിസായ പ്രവർത്തകന്മാരാണ്. അത് മാത്രമേ ആഖിറത്തിൽ ഉപകരിക്കുകയുള്ളൂ. ദുനിയാവിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലല്ല നമ്മൾ ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രാഷ്ട്രീയമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ നേതാക്കന്മാർ പ്രഖ്യാപിക്കും. അതുപോലെ നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ തീരുമാനം നടപ്പാക്കും. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ശേഷം പറയും. അത് നടപ്പാക്കുന്നത് കണ്ടിട്ട് അതേതെങ്കിലും ഒരു പാർട്ടിയോടുള്ള ആഭിമുഖ്യമാണെന്നോ വിരോധമാണെന്നോ ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത്. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക സ്നേഹമില്ല, പ്രത്യേക വൈരാഗ്യവുമില്ല. നാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാണ്. സുന്നത്ത് ജമാഅത്തിനെതിരായി ആര് പറഞ്ഞാലും നാം അതിനെ ചോദ്യം ചെയ്യും. സുന്നത്ത് ജമാഅത്തിന് അനുകൂലമായി ആര് നിന്നാലും അവരും നമ്മളുമായി സഹകരിക്കും. ഇതിലപ്പുറം നമുക്ക് രാഷ്ട്രീയങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. പറഞ്ഞു വന്നത് എന്താണ്? പറഞ്ഞു വന്നത് ചന്ദ്രികയിൽ കുട്ടശ്ശേരി മൗലവിയുടെ വകയുടെ ഫത്വ. ഈ ഫത്വക്കെതിരെയും 7-12-82 ചേർന്ന യോഗത്തിൽ സമസ്ത കേരളത്തിന്റെ മുശാവറയിൽ തീരുമാനമുണ്ടായി. അങ്ങനെ ചന്ദ്രികയിൽ വരുന്ന ഫത്വക്കെതിരെ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തി. അതിനു മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ പറയാൻ സമയമില്ല, ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ സംഘടനാ പ്രവർത്തനം മുമ്പേ നടന്നു വന്നെങ്ങനെ നിങ്ങൾ വിലയിരുത്താൻ വേണ്ടി പറയാം. അതിന് മുമ്പുണ്ടായ സംഭവം എന്താണ്? അതിനു മുമ്പ് അന്നത്തെ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സേട്ടു സാഹിബ്, അന്നത്തതായി ഇപ്പോഴത്തെ അല്ല, സേട്ടു സാഹിബ്, സുലൈമാൻ സേട്ടു സാഹിബ്, അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിനെതിരെ പ്രസ്താവന നടത്തി. അന്ന് അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്നു. ആ സേട്ടുവിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് പാണക്കാട് പോക്കോയത്തങ്ങളെ കണ്ട് പ്രതിഷേധമറിയിക്കാനും ഇനിമേലിൽ ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടായിപ്പോകരുതെന്ന് പറയാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 7-12-74 തീരുമാനമെടുത്തു. അതുപോലെ MES എന്ന പേരിൽ ഇവിടെ ഒരു സംഘടന പ്രവർത്തിച്ചു. അവര് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ തരക്കേടില്ലായിരുന്നു, നല്ല തന്നെ. പക്ഷേ അവിടുന്ന് വിട്ട് മതത്തിന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി പണ്ഡിതന്മാരെ കുതിര കയറുകയും പണ്ഡിതന്മാരെ സാരപ്പെടുത്തുകയും അള്ളാഹുവിന്റെ ദീനിനെതിരെ പലതും പറയുകയും ചെയ്തു. അതൊക്കെ ഇവിടെ വിശദീകരിക്കാനുള്ള സമയമില്ല. അങ്ങനെ വന്നപ്പോൾ MESനെതിരെ 6-3-75 അതാ തീരുമാനമെടുത്തത് മറ്റുള്ളവർക്ക് വിവരമറിയിക്കാനും അതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ പ്രത്യേകം അവരോട് ഉണർത്താനും 6-3-75 യോഗം തീരുമാനമെടുത്തു. ഞാൻ ചുരുക്കി പറയട്ടെ, അതും കഴിഞ്ഞിട്ടാണ്, ഇതൊക്കെ കാന്തപുരം വന്നതിന് ശേഷമാണ് സേട്ടു ഇസ്ലാമിനെ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്തത്. അല്ലെ, കാന്തപുരം വന്ന അവസ്ഥയിൽ വന്നതിന് ശേഷമാണ്, കാന്തപുരം രംഗത്ത് വന്നതിന് ശേഷം, തങ്ങൾ വന്നതിന് ശേഷമാണ് എന്നൊരു ധാരണ വേണ്ട. ആ തീരുമാനമൊക്കെ വന്നതിന് ശേഷമാണ് 29-11-1976 ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആകുന്നത്. 1976 1977 ജൂൺ 2-ാം തീയതി സമസ്തയുടെ മുശാവറയുടെ ഒരു തീരുമാനമുണ്ട്. എന്താ തീരുമാനം എന്നറിയോ? SSFന് അംഗീകാരം കൊടുക്കാനാ തീരുമാനം. SSFന് ഇവിടെ അംഗീകാരം കൊടുത്ത് SYSന്റെ പ്രവർത്തനം ശക്തമായി, മറുഭാഗത്ത് ഇസ്ലാമിനെതിരെ സുന്നത്ത് ജമാഅത്തിനെതിരെ ആര് പറഞ്ഞാലും അത് ഏത് പ്രസിഡന്റാണെന്നോ ഏത് സംഘടനയുടെ ആളാണെന്നോ നോക്കാതെ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സേട്ടുവായാലും സുന്നത്ത് ജമാഅത്തിനെതിരെ പറഞ്ഞാൽ അതിനെ എതിർക്കും എന്ന നയത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്മരണിക എന്നെടുത്ത് വായിച്ചു നോക്കിയാൽ ഈ തീരുമാനങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറയട്ടെ, അതിന്റെയും ശേഷം 26-10-78 സൈനുദ്ദീൻ മുസ്ലിയാർ അഥവാ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ വൈസ് പ്രസിഡന്റായി, സമസ്തയുടെ വൈസ് പ്രസിഡന്റായി.
എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് സൈനുദ്ദീൻ മുസ്ലിയാർ സമസ്തയുടെ പടിയായി ചവിട്ടുന്നത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മുടെ ഏതോ ഒരു വക്കീലിന്റെ കാര്യം പറയുന്നുണ്ട്. വക്കീലന്മാർ കോടതി പറയും പോലെ ഞങ്ങൾ മുസ്ലിംമാരോട് പറയും. വക്കീലന്മാരും വിഷയം നന്നായി പഠിക്കണം. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഉള്ളാളതങ്ങൾ സമസ്തയിൽ വന്നത് എപ്പോഴാണ്? 1956 അഥവാ 49ഓളം വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ മെമ്പറാണ്. 1956 സമസ്തയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നത്. 76 അവിടുന്ന് വൈസ് പ്രസിഡന്റ് ആകുന്നത്. ഇരിക്കട്ടെ, ചുരുക്കി പറയുന്നു, അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകം ബന്ധം കാണിക്കാതെ, വൈരാഗ്യം കാണിക്കാതെ സമസ്തയുടെ ആ നയവുമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം